ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ യുഎസിന്റെയും വിശേഷിച്ച് ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെയും നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് തുളസി ഗബ്ബാർഡ്. NDTVക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇക്കാര്യത്തിലും അവർ വ്യക്തത വരുത്തിയിരിക്കുന്നത്. അതായത് തുളസി ഗബ്ബാർഡിനെ നേരത്തെ നമുക്കറിയാം, US ഇന്റലിജൻസിന്റെ ചീഫാണ്. സോ ബംഗ്ലാദേശിൽ മൈനോറിറ്റിക്ക് എതിരെ നടക്കുന്ന അക്രമങ്ങളിൽ കടുത്ത ആശങ്കയുണ്ടെന്നും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഒരു തരത്തിലും ഇത്തരം നീക്കങ്ങൾ വച്ചുപൊറിപ്പിക്കുകയില്ല എന്നുമാണ് അവർ പറയുന്നത്. അതായത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ബുദ്ധിസ്റ്റുകള്, ഹിന്ദുസ്, ക്രിസ്ത്യൻസ് ഇവർക്കെതിരായിട്ട് വ്യാപകമായ അക്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഇക്കാര്യത്തിൽ മൗനം പാലിക്കാനുണ്ടായത്. ട്രംപും ഈ തുളസി ഗബ്ബാർഡിനെ പോലെയുള്ള നേതാക്കൾ ഇക്കാര്യത്തിൽ ശക്തമായ പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തു. എവിടെയാണെങ്കിലും ന്യൂനപക്ഷം എന്ന് പറയപ്പെടുന്ന മനുഷ്യർ എല്ലാവർക്കും തുല്യത വേണം. അതിപ്പോൾ ഇന്ത്യയിലാണെങ്കിലും ന്യൂനപക്ഷം ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ ഒരു തരത്തിലും നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. തുല്യത എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമാണ്, എല്ലാ സ്ഥലങ്ങളിലും. ഇപ്പോൾ ബംഗ്ലാദേശിൽ അതില്ലാതെ വന്നപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് സംസാരിച്ച ലോക നേതാക്കളിൽ ഒരാൾ ട്രംപും മറ്റൊന്ന് ഈ തുളസി ഗബ്ബാർഡിനെ പോലെയുള്ളവരുമാണ്. അപ്പോൾ തുളസി പറയുന്നത്, ഞങ്ങൾ ഇതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെയുള്ള ഈ തീവ്രവാദ എലമെന്റുകൾ ഒരു തരത്തിലും തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നും അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണമായും US പ്രതിജ്ഞാബദ്ധമാണ് എന്നുമാണ് ഈ തുളസി ഗബ്ബാർഡ് പറഞ്ഞിരിക്കുന്നത്. താൽക്കാലിക ഗവൺമെന്റ് ഒരു ഖലീഫ മോഡൽ ഭരണം വല്ലതും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്നുകൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ഭരണ സംവിധാനത്തെ ഒന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. പ്രസിഡന്റ് ട്രംപ് ഇക്കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് അദ്ദേഹത്തിനുണ്ട്. ഒരു തരത്തിലുള്ള ഇത്തരം തീവ്രവാദ എലമെന്റുകളെയും വച്ചുപൊറിപ്പിക്കുകയില്ല. അത്തരത്തിൽ ഒരു സപ്പോർട്ടും US ഭാഗത്തു നിന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സത്യത്തിൽ ബംഗ്ലാദേശിന് കനത്ത തിരിച്ചടി തന്നെയാണ്, പ്രത്യേകിച്ച് ഇടക്കാല സർക്കാർ ഫംഗ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫണ്ടിങ് ഉൾപ്പെടെ നൽകിയിരുന്നത് USAID എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെയാണ്. ബൈഡൻ ഗവൺമെന്റ് ആണ് പൈസ കൊടുത്തിരുന്നത്. ഈ നമ്മുടെ ഷേഖ് ഹസീനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമായിരുന്നു അത്. അപ്പൊ ട്രംപ് വന്ന ഉടനെ തന്നെ നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ട്രംപ് പറഞ്ഞു, ബംഗ്ലാദേശിന്റെ കാര്യങ്ങളൊക്കെ പ്രൈം മിനിസ്റ്റർ മോദി നോക്കിക്കോളും എന്നാണ് ട്രംപ് പറഞ്ഞത്. അതായത് അത്രയും ഒരു കോൺഫിഡൻസ് ഇന്ത്യക്ക് ഈ കാര്യം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നതിൽ ട്രംപിനുണ്ട്. മാത്രമല്ല ബംഗ്ലാദേശിലെ അട്ടിമറിയുടെ പുറകിൽ ഡെമോക്രാറ്റുകളും ഡീപ് സ്റ്റേറ്റും ഒക്കെയാണ് എന്നുള്ളതും ട്രംപിന് നന്നായിട്ട് അറിയാം. അമേരിക്കയിൽ ട്രംപിനെ പരാജയപ്പെടുത്താനായിട്ട് ശ്രമിച്ച ഡെമോക്രാറ്റുകൾ, ജോർജ് സോറസ്, ഡീപ് സ്റ്റേറ്റിന്റെ കണ്ണികളൊക്കെ തന്നെയാണ് ബംഗ്ലാദേശിലും അട്ടിമറിക്ക് ശ്രമിച്ചത്. അവര് തന്നെയാണ് റഷ്യയിൽ അട്ടിമറിക്ക് ശ്രമിച്ചത്. അവര് തന്നെയാണ് ഇന്ത്യയിൽ മോദിയെ അട്ടിമറിക്കാൻ ശ്രമിച്ചത്. അവര് തന്നെയാണ് ശ്രീലങ്കയിൽ അട്ടിമറിക്ക് ശ്രമിച്ചത്. അപ്പൊ ഇതിനെക്കുറിച്ച് ട്രംപിന് നല്ല ബോധ്യമുണ്ട്. മറ്റു പല കാര്യങ്ങളിലും ട്രംപിന്റെ നിലപാടുകളോട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ചില വിഷയങ്ങൾ, അതായത് US പൈസ ഉപയോഗിച്ചുകൊണ്ട് വേറെ രാജ്യങ്ങളിൽ കളിക്കുന്ന രീതികളോടുള്ള അദ്ദേഹത്തിന്റെ വിയോജിപ്പ്, USAID മറവിൽ ഈ ഭരണമാറ്റം നടത്താൻ വേണ്ടിയിട്ട് പൈസ ചെലവഴിക്കുക, രാജ്യങ്ങളെ അട്ടിമറിക്കാൻ പൈസ ചെലവഴിക്കുക, അതിനോടൊക്കെ അദ്ദേഹത്തിന് കടുത്ത എതിർപ്പുണ്ട്. അത് അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത്, നമുക്കത് വിശ്വാസത്തിലെടുക്കാനല്ലേ പറ്റൂ. അപ്പൊ എന്തായാലും ഇപ്പൊ തുളസി ഗബ്ബാർഡ് പറയുന്നത് ഇന്ത്യയുടെ നിലപാടിനൊപ്പമാണ് US എന്ന് തന്നെയാണ് ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ. അതായത് ഒരു സപ്പോർട്ടും ഈ താൽക്കാലിക സർക്കാരിന്, യൂനിസ് ഗവൺമെന്റിന് ട്രംപിന്റെ അടുത്ത് നിന്ന് കിട്ടാൻ പോകുന്നില്ല എന്നു മാത്രമല്ല, ബംഗ്ലാദേശിലുള്ള തീവ്രവാദ സംഘടനകളെയും അതിൽപ്പെടുന്ന ആളുകളെയും അമേരിക്ക നോട്ടമിട്ട് കഴിഞ്ഞു. കാരണം തുളസി ഗബ്ബാർഡാണ് US ഇന്റലിജൻസ് വകുപ്പിന്റെ ഹെഡ് എന്ന് പറയുന്നത്, ഇന്റലിജൻസിന്റെ ചീഫാണ്. ഇവരുടെ കീഴിലാണ് US ഓൾമോസ്റ്റ് എല്ലാ ഇന്റലിജൻസ് ഏജൻസികളും വരുന്നത്. സോ ഇവരുടെ നിയന്ത്രണത്തിലാണ് ഇന്റലിജൻസ്. അപ്പോൾ തുളസി ഗബ്ബാർഡ് വെറുതെ അല്ല അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് വന്നത്. ബംഗ്ലാദേശിനെതിരെയും അവിടെയുള്ള തീവ്രവാദ എലമെന്റുകൾക്കെതിരെയും ശക്തമായി സംസാരിച്ച ഒരാളെ തന്നെ ഇത്തരത്തിൽ സുപ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ ട്രംപ് കൊണ്ടുവരുമ്പോൾ ലോകത്തൊട്ടാകെയുള്ള തീവ്രവാദത്തെ ഉന്മൂലനം ചെയ്യാനുള്ള ട്രംപിന്റെ പ്രതിജ്ഞാബദ്ധമായ നിലപാടിനെ കൂടിയാണത് സൂചിപ്പിക്കുന്നത്. എന്തായാലും വരും നാളുകളിൽ വലിയ കളികൾ നമുക്കിനി ബംഗ്ലാദേശിൽ കാണാം. എന്ന് വെച്ചാൽ ഇടക്കാല സർക്കാരിന്റെ നെട്ടോട്ടം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഒരു ഓട്ടം ഉണ്ടല്ലോ, യൂനിസിന്റെ ഓട്ടം, ഷേഖ് ഹസീനയുടെ മടങ്ങിവരവ്. ഇനിയുള്ള മാസങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പുരോഗതി ഉണ്ടാകാൻ പോവുകയാണ്. നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് സംസാരിച്ച ആ കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.